തിരുവനന്തപുരത്താണ്. സബീന. യെസ്. സബീന ടീച്ചറാണോ? ഞാൻ ടീച്ചറല്ല, ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നൗ ഞാൻ റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുകയാണ് ഇപ്പോ. റിട്ടയർ ചെയ്തു, അതാണോ റിസൈൻ ചെയ്തു? മതിയായി, ജോലി റിസൈൻ ചെയ്തതാണ്. പുതിയ അവസരങ്ങൾ തേടാനുള്ള ഭാഗമാണ്, അതോ ഇത്രയൊക്കെ മതി ഇനി കുറച്ച് വിശ്രമിക്കാം എന്ന് വിചാരിച്ചാണ്? അതെ അതെ അതെ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത്. അതെ ഓക്കെ. അപ്പൊ ഈ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ബിഗ് ബോസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി ഞാനത് കാണാറുണ്ട്. അതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മളത് കാണുന്നതെങ്കിലും ആക്ച്വലി എനിക്ക് പറയാനുള്ളത് അതിന്റെ ഒരു ട്രാൻസ്പാരൻസിയിൽ ഭയങ്കര ഒരു കുറവ് ഞാൻ ഓൾവേസ് ഞാനത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ട്രാൻസ്പാരൻസി വളരെ കുറഞ്ഞു വരുന്നതായിട്ട് ഇപ്പോഴെന്നല്ല പല അവസരങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ എവിക്ഷൻ ആണെങ്കിലും പിന്നെ അതിനകത്തുള്ള പല നടപടികളിലും പിന്നെ ഇങ്ങനെയുള്ള നേരത്തെ അതിനകത്തുള്ള പലതും ചോർന്നു പോകുന്നത്, ഇതൊക്കെ ട്രാൻസ്പെറൻസിയുടെ ഒരു കുറവുണ്ട്. അതായത് സംഘാടകരുടെ ഭാഗത്തൊരു ചെറിയ വീഴ്ച ഉണ്ടാകണം, അല്ലാതെ ഇത് അങ്ങനെ പുറത്തു പോകില്ല. അവരിൽ ആരെങ്കിലും പറയാതെ പുറത്തു വരില്ലല്ലോ അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അതിനുള്ളിൽ നിന്ന് നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു ആൾക്കാരെ പൊതുവെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നേരത്തെ ചോരുന്നു, ഇത് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ വരുന്നു. പക്ഷേ ഇതിനെതിരെ ഒരു കർശന നടപടിക്ക് ഒരു നിയമനിർമ്മാണം ആവശ്യമാണോ? അല്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നാലൊന്നും കുഴപ്പമില്ല, സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പുറത്തങ്ങ് വിട്ടാൽ അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള തോന്നൽ ആളുകൾക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, ഭയപ്പാടിന്റെ ഒരു കുറവുണ്ട്. അത് പാടില്ല. കാരണം ഇത് നമ്മൾ ഒരുപാട് പേര് ഇതിൽ നമുക്ക് അങ്ങനെ ഒരുപാട് നേടാനില്ലെങ്കിലും നമ്മളിതൊക്കെ ഒരുപാട് പേര് എന്റർടൈൻ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ അതിൽ കുറച്ച് അട്രാക്ട് ആയതുകൊണ്ടാണല്ലോ നമ്മളിത് കാണുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്, അവരുടെ തൊഴിലാണത് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് കാണണമെന്നുള്ള ആ ഒരു ആൻഷൈറ്റി അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു നമുക്കിത് കണ്ടാൽ അതിന്റെ നെക്സ്റ്റ് എന്താണ് അല്ലെങ്കിൽ ആരാണ് പുറത്തു പോകുന്നത് എന്നറിയാനുള്ള ആ കൗതുകം നമുക്കങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണേണ്ട കാര്യമില്ല. ആക്ച്വലി ഇത് കാണിക്കുന്ന ആ മീഡിയയ്ക്കും അതിന്റെ ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർക്കും ആക്ച്വലി ഇതൊരു നഷ്ടമാണ്. ഇതിൽ പൊതുവെ നമ്മൾ പിന്നെ വേറെ പലതിലും ഇവരുടെ ഈ ഒരു ഈ ചോർച്ച മാത്രമല്ല, ഇതിന്റെ ഒരു ട്രാൻസ്പാരൻസി എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം ഇതിന്റെ ട്രാൻസ്പാരൻസി പൊതുവെ നഷ്ടപ്പെടുന്നു. സുതാര്യതയില്ല, അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായി തോന്നുന്നു. പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി പ്രശ്നങ്ങളുണ്ട്. അത് ആക്ച്വലി അതൊക്കെ മാറ്റി വേണം ഇവർ ഇനിയൊരു സീസൺ വെക്കുകയാണെങ്കിൽ അതിനെ ഇവർ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ പ്രശ്നങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് വളരെ ഇതാണ്. താങ്കളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ എന്നും ഞാനും എന്റെ ഹസ്ബൻഡും പുള്ളി റിട്ടയർഡ് ആണ്. ഞങ്ങൾ ദിവസവും നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും ഞങ്ങൾ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ പ്രോഗ്രാമില്. അത് എനിക്കൊരു ഓസ്കാർ അവാർഡ് തന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഹസ്ബൻഡിന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ പേര് സുൽഫി എന്നാണ്. രണ്ടുപേരോടും പൊതുവേദിയുടെ അഗൈതികമായ സ്നേഹവും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിൽ കുറച്ച് നാളെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കേരളത്തിന് പുറത്ത് സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിന് പുറത്തൊക്കെയാണ്. പക്ഷെ ഇത് ഞങ്ങളെ വല്ലാതെ അട്രാക്ട്, എസ്പെഷ്യലി പുള്ളി ഒരു രാഷ്ട്രീയ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ രാഷ്ട്രീയമാണോ? രണ്ടുപേർക്കും രണ്ട് രാഷ്ട്രീയമാണോ? രണ്ട് രാഷ്ട്രീയമാ. എനിക്ക് ഇങ്ങനെയുള്ള ഞങ്ങളുടെ കുറച്ച് പ്രേക്ഷകരെ, ഒന്ന് ശ്രീമതി ജയ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകരുണ്ട് കൊല്ലത്ത്. അവരുടെ ഭർത്താവ് ഒരു BJP അനുകൂലിയാണ്, ശ്രീമതി ജയ ഒരു കോൺഗ്രസ് വക്താവാണ്. അപ്പോൾ അവർ രണ്ടുപേരും പക്ഷേ തുറന്നു പറയാം, എന്റെ ഹസ്ബൻഡ് ഒരു കോൺഗ്രസ്സുകാരനാണ്. പുള്ളി ഇലക്ഷനൊക്കെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അപ്പൊ വീട്ടിലൊരു സന്ദേശം സിനിമ ഇടക്കിടക്ക് നടക്കും അല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വൽ ഈ പൊളിറ്റിക്സ് എന്നുള്ളതിനുപരി എനിക്ക് റിയൽ പൊളിറ്റിക്സിനോടാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഞാനൊരു പാർട്ടി എന്നുള്ളത് കൊണ്ട് പാർട്ടിയിലെ എല്ലാ വശത്തിനെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സപ്പോർട്ട് പലപ്പോഴും കൊടുക്കുന്നത്. ഇഷ്യൂ നോക്കി അതിൽ സത്യം എവിടെ, നീതി എവിടെ നോക്കിയിട്ടല്ലേ? റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ എന്നും വിളിക്കാറുണ്ട്, ഓ ഗോഡ് എനിക്ക് താങ്ക്സ് പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ ഇത് എടുത്തതില്.
ചില ദിവസങ്ങളിൽ അവിടെ കിട്ടാത്തതുകൊണ്ടായിരിക്കും കണക്ഷൻ. ഞാൻ എനിക്ക് റിങ്ങും പോകാറുണ്ട്, പക്ഷെ കണക്ട് ആവാറില്ല. ഇനിയെങ്കിലും നിങ്ങൾ എനിക്ക്, കാരണം ഞാൻ ഈ പൊളിറ്റിക്സിനോട് കുറച്ച് താല്പര്യമുള്ള വ്യക്തിയാണ്, പൊളിറ്റിക്കൽ വിഷയത്തിനോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ എന്റെ നമ്പറൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ശരി ശരി, ഞാൻ അത് PCR പ്രത്യേകം പറയാം. നമ്മുടെ താങ്ക് യു സോ മച്ച്. ഏതായാലും അത് വലിയൊരു അംഗീകാരം ഞങ്ങൾക്ക് നൽകി, സന്തോഷം. മനു, എസ്പെഷ്യലി യു ആർ വെരി ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര താങ്കൾ സംസാരിക്കുന്നത്, താങ്കൾ ഷൗട്ട് ചെയ്യുന്നത്, താങ്കൾ അടി വെക്കുന്നത്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാന് എന്താ പറയാ, ധൃതംഗ പുളകിതരായി എന്ന് പറയാൻ വേണമെങ്കിൽ. ഞാൻ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പുറത്തിലൊക്കെ വീടുപോലുള്ള ഒരാളാണ്. എന്നെ ആരെങ്കിലും പ്രശംസിച്ചാൽ ഞാൻ അതിൽ എനിക്ക് അല്ല അങ്ങനെയല്ല പൊതുവെ ഇഷ്ടമുള്ളതാണല്ലോ. അപ്പൊ താങ്കൾ ചില സമയത്ത് ഭയങ്കര ഫയറായിട്ട് ചിലരെയൊക്കെ അങ്ങ് ആഞ്ഞടിക്കുന്നതൊക്കെ കാണാറുണ്ട് ഞാന്. അപ്പൊ ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടൊക്കെ പോകുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഈ കണക്ട് ചെയ്തതിൽ എനിക്ക് താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ മച്ച് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. Okay, the pleasure was all ours. Thank you so much, Sabina, for joining with us. Okay, thank you. മനോജ് എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മനോജ്. നമസ്കാരം. ശ്രീ മനോജ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ അതെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള ആളാണ്. എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താന്ന് വെച്ചാൽ, ഈ മനോജ് എന്നുള്ള പേര് കുറേ പേര് ഉണ്ടല്ലോ, ഒന്ന് രണ്ട് മൂന്ന് മനോജുകളുണ്ട്. അപ്പോൾ ഈ മനോജ് പറയുമ്പോൾ ആ സ്ഥലം പറയണം, ചങ്ങനാശ്ശേരി എന്നോ മറ്റോ അല്ലേ എന്നോട് പറഞ്ഞേ? അല്ല, ഞാൻ കോട്ടയം തന്നെയാണ്, പ്രോപ്പർ കോട്ടയം കോട്ടയം ടൗണും തന്നെയാണ്. ഓക്കെ. അതെ അതെ. നമ്മുടെ ഒരു പ്രശ്നം ഈ പേരിന് നാമകരണത്തിന് തന്നെ ഒരു വിശ്വാസം എന്നുള്ള ഒരു അർത്ഥമാണ് ഉണ്ടാവുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പൊതുവേദിയോടുള്ള നമ്മളുടെ വിശ്വാസവും അതിനോടുള്ള ഞങ്ങളുടെ ആകാംക്ഷയുമാണ് ഞങ്ങൾ ഇതിൽ ഇങ്ങനെ നല്ല നല്ല വിഷയങ്ങൾ വരുമ്പോഴത്തേന് കയറി വരുന്നത്. ഇപ്പം നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതെ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനൊന്നും അല്ല ഞാൻ. പക്ഷേ ഈ അടുത്ത കാലത്ത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടു, ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ച് ഒരു അതിൻ്റെ അകത്ത് നടന്ന ഒരു സംഭവമായിട്ട് അങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പം ഇത്രയും പോപ്പുലറായ ഒരു ഷോ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് കുറച്ച് സന്ദേശങ്ങളൂടെ കൊടുക്കുന്ന ഒരു സംവിധാനമായിരിക്കണം. പക്ഷെ അതിന്റെ ആ ഒരു രീതികളും അതിൽ നടക്കുന്ന കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അതിനകത്ത് കണ്ടന്റ് ഉണ്ടായിരിക്കണം, സന്ദേശം ഉണ്ടായിരിക്കണം, വലിയ ഉപദേശം ഉണ്ടായിരിക്കണം എന്ന് പറയേണ്ട. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ച് തിന്നുന്നില്ല, അതിനകത്ത് പോഷകാഹാരം ഉണ്ടായിരിക്കണം, വൈറ്റമിൻ ഉണ്ടായിരിക്കണം, ഒരുപാട് മിനറൽസ് ഉണ്ടായിരിക്കണം, കാൽഷ്യം കാർബണേറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ആഗ്രഹിക്കും ഒരു മുട്ടായിയുടെ മാധുര്യം നമ്മൾ നുണയല്ലേ അവിടെ ചെയ്യുന്നുള്ളൂ. അതിൽ പാല് കുടിക്കുന്നത് പോലെ, മുട്ട കഴിക്കുന്നത് പോലെ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ട്. വല്ലപ്പോഴും നമുക്കൊരു മുട്ടായി വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ നമ്മൾ മുഴുവൻ സമയം മുട്ടായി മാത്രം കഴിച്ചാൽ നമ്മുടെ കഥ അധോഗതിയാവും. പക്ഷേ നമ്മൾ രാവിലെ നമ്മൾ പുട്ടും കടലിയൊക്കെ കഴിക്കുന്നു, മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നു, പഴം കഴിക്കുന്നു, പാല് കുടിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു.